ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർദ്ധിക്കുന്ന ലഹരി ഉപയോഗം സാമൂഹ്യ വിപത്തായി കണ്ട് ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി എം ബി രാജേഷ്. പുറക്കാമലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കോഴിക്കോട് ജില്ലയിലെ വാർഡ് വിഭജന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പരാതികളിൽ ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ജില്ലാതല ഹിയറിംഗ് ആരംഭിച്ചു. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കോഴിക്കോട് ജില്ലയെ നടപ്പാക്കിയതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി. പ്രസിദ്ധമായ ശ്രീ വളയനാട് ക്ഷേത്രോത്സവത്തിന് സമാപനം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വർദ്ധിക്കുന്ന ലഹരി ഉപയോഗം സാമൂഹ്യ വിപത്തായി കണ്ട് കൂട്ടായ പരിശ്രമത്തിലൂടെ ചെറുത്ത് തോൽപ്പിക്കണമെന്ന് മന്ത്രി എം ബി രാജേഷ്. കുന്നമംഗലം എക്സൈസ് റേഞ്ച് ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുന്നമംഗലം എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. ലഹരി മാഫിയയെ പിടിച്ചുകെട്ടാൻ സർക്കാർ ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശിക്ഷാനിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറിയത്. 98% കേരളത്തിലെ ശിക്ഷാനിരക്ക്. ഏറ്റവും ഉയർന്ന ലഹരി ഉപയോഗമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് 25% മാത്രമാണെന്നും ലഹരി ഉപയോഗത്തിൽ അകപ്പെട്ടു പോകുന്ന പുതുതലമുറയെ അതിൽ നിന്നും മോചിപ്പിച്ച് കൈപിടിച്ചുയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാസലഹരിയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. അത് വലിയ അളവിലല്ല കൊണ്ടുപോകുന്നത്, വളരെ ചെറിയ അളവിൽ കണ്ടെത്തുക അങ്ങേയറ്റം ദുഷ്കരമായ നിലയിലാണ് അതിൻ്റെ കടത്തെല്ലാം നടക്കുന്നത്. മറ്റ് പല ലഹരി, ഇപ്പം മദ്യം ആണെങ്കിൽ ഏത് തരത്തിലുള്ള മദ്യമാണെങ്കിലും ഗന്ധം കൊണ്ട് തിരിച്ചറിയാം. രാസലഹരിയെ ഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അത്തരത്തിലുള്ള വെല്ലുവിളിയുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെയൊക്കെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഈ രാസലഹരി കടത്തുന്നവർ വളരെ ശക്തമായ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ശൃംഖലയാണ് അവരുടേത്. അപ്പം അതിനെ നേരിടാൻ എക്സൈസ് വകുപ്പിനെ കൂടുതൽ ആധുനികവൽക്കരിക്കേണ്ടതുണ്ട്, കൂടുതൽ നവീകരിക്കേണ്ടതുണ്ട്. സർക്കാർ അതിന്റെ സാമ്പത്തികമായ എല്ലാ പരിമിതികൾക്കും നടുവിൽ നിന്നുകൊണ്ട് അതിനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ചാത്തമംഗലത്ത് നടന്ന ചടങ്ങിൽ PTA റഹീം MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അലവി അരിയിൽ, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവദാസൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം MK അജീഷ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മേപ്പയ്യൂർ, ചെറുവണ്ണൂർ പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന പുറക്കാമലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. പ്രതിഷേധം നടക്കുന്ന പുറക്കാമല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുജന പ്രക്ഷോഭം നടക്കുന്ന പുറക്കാമലയിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് സന്ദർശിച്ചു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ പുറക്കാമല തകർന്നാൽ വൻ പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാകുമെന്നും 1000-ലധികം വരുന്ന കുടുംബങ്ങളുടെ ജീവിതം താറുമാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് പുറക്കാമലയെ തകർക്കാനുള്ള ക്വാറി മാഫിയയുടെ ശ്രമത്തെ ബഹുജന പ്രക്ഷോഭത്തിലൂടെ BJP ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുതരമായ പരിസ്ഥിതി ആഘാതം, ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന, നെൽവയലുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഈ പുറക്കാമലയിലെ ഖനനം
അത് നിർത്തൽ ചെയ്യണം, കൊടുത്ത അനുമതി അത് റദ്ദ് ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഏതാനും മുതലാളിമാരുടെ കച്ചവട താൽപ്പര്യം, ധനസമ്പാദനം മാത്രം മുൻനിർത്തി ആയിരക്കണക്കിന് കുടുംബങ്ങളെ വടിയാധാരമാക്കുന്ന, അവർ കുടിവെള്ളം നിഷേധിക്കുന്ന, നമ്മുടെ നെൽവയൽ ഇല്ലാതാക്കുന്ന, പരിസ്ഥിതിയെ തകർക്കുന്ന ഈ ഖനനത്തിന് അനുമതി കൊടുക്കുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ ഖനനം തുടരുകയാണെങ്കിൽ അതിനെതിരായിട്ട് നിയമപരമായും രാഷ്ട്രീയപരമായ പോരാട്ടം നടത്താൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. BJP നേതാക്കളായ VK സജീവൻ, M മോഹനൻ, CR പൊർപ്പുൽകൃഷ്ണൻ, രാമദാസ് മണലേരി, PP മുരളി, KK രജീഷ്, VK ജയൻ, ജുബിൻ ബാലകൃഷ്ണൻ എന്നിവരും മറ്റ് നേതാക്കളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉള്ളേരി. കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭകളിലെ കരട്, വാർഡ് വിഭജന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പരാതികളിൽ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ജില്ലാതല ഹിയറിംഗ് ആരംഭിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഡിലിമിറ്റേഷൻ ചെയർമാനുമായ A ഷാജഹാൻ നേരിട്ട് പരാതികൾ കേട്ടു. സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ നേരിട്ടും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ മുഖേനയും ആക്ഷേപങ്ങൾ സമർപ്പിച്ച പരാതിക്കാരെയാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ നേരിൽ കേട്ടത്. ആകെ 1954 പരാതികളാണ് ജില്ലയിൽ നിന്നും കമ്മീഷന്റെ പരിഗണനയിലുള്ളത്. ആദ്യ ദിവസം 1068 പരാതികൾ പരിഗണിച്ചു. ഇതിൽ നേരിട്ട് ഹാജരായ മുഴുവൻ പരാതികളും ചെയർമാൻ നേരിൽ കേട്ടു. തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ, കോഴിക്കോട് കോർപ്പറേഷൻ, കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള പരാതികളാണ് കേട്ടത്. പിന്നീട് വടകര, പേരാമ്പ്ര എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ, വടകര മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള പരാതികളും, ഉച്ചയ്ക്ക് ശേഷം തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള പരാതികളും പരിഗണിച്ചു. ഹിയറിംഗിൽ ഡിലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി ജോസ്ന മോൾ, കളക്ടറുടെ ചുമതലയുള്ള ADM C മുഹമ്മദ് റഫീഖ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ 4 വർഷങ്ങളിലായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കാഴ്ചവെച്ചതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി 2025-26 വർഷത്തെ ജനകീയാസൂത്രണ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. 2025-26 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ വികസന സെമിനാർ കോഴിക്കോട്ട് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ഫാം ടൂറിസം, ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി, ക്യാൻസർ കെയർ സൊസൈറ്റി തുടങ്ങിയവ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സവിശേഷ പദ്ധതികളാണെന്ന് അവർ പറഞ്ഞു. ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെടുന്നവരെ കേന്ദ്രീകരിച്ചുള്ള ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി നടത്തുന്ന ആദ്യത്തെ ജില്ലാ പഞ്ചായത്താണ് കോഴിക്കോടെന്നും അവർ വിശദീകരിച്ചു. ക്യാൻസർ രോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെയുള്ള കണ്ടെത്തൽ, പ്രാഥമിക പരിശോധനകൾ, തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ, ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, സേവനങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കുന്നതിന് ക്യാൻസർ കെയർ സൊസൈറ്റി രൂപീകരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തരിശു നിലങ്ങളെ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമുല്യ പ്രവർത്തനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനയിലുള്ള 5 ഫാമുകളാണ്. ഈ 5 ഫാമുകളുടെയും വികസന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒട്ടേറെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ആ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും ആ വരുമാന വർധനയോടൊപ്പം തന്നെ അവിടെയുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ ദിനം വർദ്ധിപ്പിക്കാനും ജില്ലാ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു ജില്ലാ പഞ്ചായത്ത് ടൂറിസം മേഖലയിൽ ഇടപെടുന്നത്. ഫാം ടൂറിസം മേഖലയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ ജില്ലാ പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷരുടെ അസോസിയേഷൻ സെക്രട്ടറി, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ പ്രതിനിധീകരിച്ച് നരുക്കിനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജവഹർ പൂമംഗലം, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഏലിയമ്മ നൈനാൻ എന്നിവരും സംസാരിച്ചു. വിവിധ വർക്കിംഗ് കമ്മിറ്റികൾ നടത്തിയ ചർച്ചകൾ ആസൂത്രണ സമിതി അധ്യക്ഷൻ അബ്ദുൽ ലത്തീഫ് ക്രോഡീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ P സുരേന്ദ്രൻ, സീനിയർ സൂപ്രണ്ട് T അബ്ദുൽ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വിസ്മയം തീർക്കുവാൻ പൊന്നിന്റെ പൂക്കാലം
ഒരുക്കുന്നു ഞങ്ങൾ. പെണ്ണിൻ മനം പോലെന്നും പൊന്മാംഗല്യം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക ജനറൽ ബോഡി ഫെബ്രുവരി 16 ഹോട്ടൽ വുഡീസിൽ MT വാസുദേവൻ നായർ നഗറിൽ നടക്കും. സമ്മേളനവും ആദര സമർപ്പണവും മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വ്യാജ വൈദ്യത്തിനെതിരെ നമ്മൾ വളരെ വർഷകാലം, വ്യാജ വൈദ്യം എന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാലത്ത് പരമ്പരാഗത ചികിത്സ എന്നുള്ള വാക്ക് തന്നെ പരമ്പരാഗതമായി കൈമാറിയുന്ന ചികിത്സാ സമ്പ്രദായമായിരുന്നു. പക്ഷേ 100-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദ കോളേജിൽ നിലവിൽ വരികയും കോട്ടക്കലടക്കമുള്ള കോളേജിൽ നിലവിൽ വരികയും ഈ ആയുർവേദ വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസ ചട്ടക്കൂടിൽ സിലബസുകളുടെയും സർക്കാരിന്റെ നിയന്ത്രണത്തിലും കൃത്യമായി നടന്നുകൊണ്ട് വരികയാണ് ഇപ്പോൾ. പക്ഷേ പല കാലങ്ങളിലും ഈ വ്യാജ ചികിത്സ, അതായത് പാരമ്പര്യ വൈദ്യം എന്ന പേരിൽ വളരെയധികം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് പണനഷ്ടവും ശാരീരിക ബുദ്ധിമുട്ടുകളും വഞ്ചനയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു വലിയൊരു വിഭാഗം എക്കാലത്തും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ 18ാം സംസ്ഥാന വാർഷിക ജനറൽ ബോഡി ഫെബ്രുവരി 16 കോഴിക്കോട് വുഡീസ് ഹോട്ടലിൽ വെച്ച് നടക്കും. സുരക്ഷിതം ആയുർവേദം എന്ന ക്യാമ്പയിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സാമൂഹ്യ ആരോഗ്യ മേഖലയിൽ ആയുർവേദ ആഹാരം, ആയുർവേദ ഔഷധ സസ്യങ്ങൾ, രോഗപ്രതിരോധ മാർഗങ്ങൾ എന്നിവയിലൂന്നിയ പദ്ധതികളും സമ്മേളനം ചർച്ച ചെയ്യും. കേരളത്തിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രികൾക്കായുള്ള ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതി രൂപരേഖ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ മിത്രം പദ്ധതിയിൽ വളണ്ടിയർമാരായി പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെ ചടങ്ങിൽ ഡോക്ടർ PM വാര്യർ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ സനൽ കുറിഞ്ഞിക്കാട്ടിൽ, സെക്രട്ടറി ഡോക്ടർ രമ ബേബി കൃഷ്ണൻ, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ PC മനോജ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേനൽ ചൂടിൽ കണ്ണിനും മനസ്സിനും ആശ്വാസം പകർന്ന് കോഴിക്കോട് നഗരത്തിൽ ഫ്ലവർ ഷോ. കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 45ാമത് പുഷ്പമേള കാണാൻ വലിയ ജനപങ്കാളിത്തമാണുള്ളത്. വൈവിധ്യമാർന്ന ചെടികൾക്കൊപ്പം ജലസസ്യങ്ങൾ മുതൽ മരുസസ്യങ്ങൾ വരെ പ്രദർശനത്തിലുണ്ട്. കോഴിക്കോടൻ ബിരിയാണി മുതൽ വയനാടൻ മുളയരി പായസം വരെ ഒരുക്കിയ കുടുംബശ്രീ ഭക്ഷ്യ സ്റ്റാൾ ഫ്ലവർ ഷോയിൽ വേറിട്ട അനുഭവം നൽകുന്നു. വലിയ ജനപങ്കാളിത്തമാണ് ഫ്ലവർ ഷോയിലുള്ളതെന്ന് M രാജൻ പറഞ്ഞു. മലയാളത്തിന്റെ ഇതിഹാസം MTയുടെ സ്മരണ ഉണർത്തുന്ന ചിത്രപ്രദർശനവും ഇവിടെയുണ്ട്. സ്റ്റാൾ സംവിധായകൻ VM വിനു ഉദ്ഘാടനം ചെയ്തു. ഗിന്നസ് ലത്തീഫിന്റെ ശേഖരത്തിൽ ഉള്ളവയാണിത്. റോസ്, ഓർക്കിഡ്, ബോൺസായി എന്നിവയ്ക്കൊപ്പം കർണാടകയിൽ നിന്നുള്ള സൂര്യകാന്തി പൂക്കളും ആസ്വദിക്കാം. ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ 16,000 സ്ക്വയർ ഫീറ്റിൽ പുഷ്പങ്ങളും 5,700 സ്ക്വയർ ഫീറ്റിൽ വെജിറ്റബിൾ ഗാർഡനും ആകർഷണീയമാണ്. ദിവസവും സാംസ്കാരിക സദസ്സും സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനം. ഫെബ്രുവരി 16 ഫ്ലവർ ഷോ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രസിദ്ധമായ ശ്രീ വളയനാട് ക്ഷേത്രോത്സവം സമാപിച്ചു. ജനുവരി 31 മുതൽ നാന്തകം എഴുന്നള്ളിപ്പ്, ദ്രവ്യകലശം, കൊടിയേറ്റം, കലവറ നിറയ്ക്കൽ, പള്ളിവേട്ട, ആറാട്ട് തുടങ്ങിയ ചടങ്ങുകളോടെയാണ് ഉത്സവം കൊണ്ടാടിയത്. വിപുലമായ രീതിയിലാണ് ഈ വർഷത്തെ ശ്രീ വളയനാട് ക്ഷേത്രോത്സവം സംഘടിപ്പിച്ചത്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര വിധിപ്രകാരമുള്ള ചടങ്ങുകളും ക്ഷേത്രകലശവും കലവറ നിറയ്ക്കലും 2 വേദികളിലായി കലാപരിപാടികളും ക്ഷേത്രത്തിനു ചുറ്റും പരിസരങ്ങളിലും വൈദ്യുത ദീപാലങ്കാരങ്ങളും 6 ദിവസങ്ങളിൽ പ്രസാദ ഊട്ടും ഒരുക്കി. ആറാട്ട് ദിവസം ഭക്തർക്കായി ആറാട്ട് കഞ്ഞിയും ഒരുക്കി.
ആറാട്ട് ദിവസം വിവിധ ചടങ്ങുകൾക്ക് ശേഷം ആറാട്ടുകടവായ മാങ്കാവ് തൃശാലക്കുളത്തിലെത്തി കടവിൽ പാണ്ടിമേളം നടന്നു. രാത്രി 12ഓടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി കൊടിയിറക്കി. 2025 പള്ളിവേട്ടയും 13/2/2025 ആറാട്ടോടും കൂടി ഉത്സവം സമാപിക്കുന്നതാണ്. നല്ലവരായ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉത്സവം ഗംഭീരമാക്കി കൊണ്ടുവരുന്നത്. ആറാട്ട് ദിവസം രാവിലെ 6:30 മുതൽ 10:30 വരെയാണ് ക്ഷേത്ര ദർശനം അനുവദിച്ചത്. കിഴേടം വട്ടോളി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5:30 മുതൽ 8 മണി വരെയും ദർശനത്തിനായി സൗകര്യമൊരുക്കി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നാന്തകം തളി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചതോടെ ഈ വർഷത്തെ ക്ഷേത്രോത്സവ പരിപാടികൾക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ 10ാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡിസൈൻ മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാറുകളും പ്രദർശനങ്ങളും ഡിസൈൻ ഫെസ്റ്റും സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പ്രശസ്തനായ ആർക്കിടെക്ട് രാഹുൽ മേരോത്ര, അദ്ദേഹത്തിനോടൊപ്പം ദേവശ്രീ ഷാ, മറ്റൊരു ആർക്കിടെക്ട് പ്രണവ് തോലെ എന്നിവർ ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷൻ ഇന്ത്യ അടക്കം വരുന്ന സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതിനോടൊപ്പം തന്നെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യതിയാനങ്ങൾ, അതിന്റെ ഭാഗമായി വരുന്ന അനിശ്ചിതത്വങ്ങൾ, ഇവയെല്ലാം ആസ്പദമാക്കിക്കൊണ്ട് ലോകത്ത് തന്നെ പല രാജ്യങ്ങളിൽ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള 41 ആർക്കിടെക്റ്റുമാരുടെ വർക്കുകൾ, ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ടുള്ള ആർക്കിടെക്ചറൽ വർക്കുകൾ നമ്മൾ ഈ ഒരു എക്സിബിഷന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 16 പരിവർത്തനത്തിന്റെ വാസ്തുകല, ചില ദക്ഷിണേന്ത്യൻ കാഴ്ചകൾ എന്ന വിഷയത്തിൽ പ്രദർശനം സംഘടിപ്പിക്കും. കോഴിക്കോട് കോൺവെന്റ് റോഡിലെ അവനി ഡിസൈൻ ലാബിലാണ് പ്രദർശനം ഒരുക്കുക. പൊതുയിടങ്ങളിലെ ഭൗതിക സൗകര്യങ്ങളിലും ലാൻഡ്സ്കേപ്പുകളിലും നിർമ്മിതികൾ നടത്തുന്ന 41 വ്യത്യസ്ത വാസ്തുകല ആവിഷ്കാരങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ആർക്കിടെക്ട് ടോണി ജോസഫ് നിർവഹിക്കും. പ്രദർശനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 22 വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ വാസ്തുവിദ്യയുടെ വ്യത്യസ്ത മാനങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. സരോവരം ബയോ പാർക്കിന് സമീപത്തുള്ള CSE ദ്വിതി ഹാളിലാണ് പരിപാടി നടക്കുക. വാർത്താ സമ്മേളനത്തിൽ ആർക്കിടെക്ട് സെബാസ്റ്റ്യൻ ജോസഫ്, ആർക്കിടെക്ട് ആതിര ബാലകൃഷ്ണൻ, നിഖിൽ കെ സണ്ണി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എരഞ്ഞിപ്പാലം സെന്റ് സേവേഴ്സ് കോളേജ് ഏർപ്പെടുത്തിയ സവേരിയൻ പുരസ്കാരത്തിന് പ്രൊഫസർ വർഗീസ് മാത്യുവും അൽഫോൺസ ടീച്ചറും അർഹരായി. ഫെബ്രുവരി 18 കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പുരസ്കാരം സമർപ്പിക്കും. സെന്റ് സേവിയറിന്റെ പേരിൽ എരഞ്ഞിപ്പാലം സെന്റ് സേവിയേഴ്സ് കോളേജ് ഏർപ്പെടുത്തിയ സവേരിയൻ പുരസ്കാരത്തിന് പ്രൊഫസർ വർഗീസ് മാത്യുവും അൽഫോൺസ ടീച്ചറും അർഹരായി.
ഫെബ്രുവരി 18 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കോളേജിൽ നടക്കുന്ന ബിരുദദാന കോളേജ് ഡേ ചടങ്ങിൽ അഭിവന്ദ്യ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പുരസ്കാരം സമ്മാനിക്കും. വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക സേവന മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം. സെന്റ് സേവിയേഴ്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ഫിസിക്സ് മേധാവിയും നിലവിൽ NIT മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ റിസർച്ച് ഫെല്ലോയുമാണ് പ്രൊഫസർ വർഗീസ് മാത്യു. നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിരുന്ന അൽഫോൺസ മാത്യു നിലവിൽ കോഴിക്കോട് കോർപ്പറേഷൻ നടക്കാവ് വാർഡ് കൗൺസിലറാണ്. റോമൻ കാത്തലിക് വൈദികനായിരുന്ന സെന്റ് സേവിയേഴ്സ് ലോകമെമ്പാടും വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ സംഭാവനകളുടെ സ്മരണാർത്ഥം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിതമായിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കോളേജായ കൊൽക്കത്ത സെന്റ് സേവിയേഴ്സ് കോളേജ് അടക്കം 15ഓളം കോളേജുകൾ രാജ്യത്തുണ്ട്. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാന കോളേജാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലം സെന്റ് സേവിയേഴ്സ് കോളേജ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മർക്കസ് 47ാം വാർഷികവും സന്നദ്ധാന പൊതുസമ്മേളനവും ഫെബ്രുവരി 16 സെൻട്രൽ ക്യാമ്പസിൽ നടക്കും. വിദ്യാഭ്യാസ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ അരനൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന മർക്കസിന്റെ 50ാം വാർഷിക പദ്ധതികളുടെ പ്രഖ്യാപനവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഖത്മുൽ ബുഖാരി ദർസും നടക്കും. അരനൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന മർക്കസിന്റെ 50ാം വാർഷിക പദ്ധതികളുടെ പ്രഖ്യാപനവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസിദ്ധമായ ഖത്മുൽ ബുഖാരി ദർസും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. എജു സിംബോസിയം, ഹദീസ് കോൺഫറൻസ്, മത്സ്യത്തൊഴിലാളി സംഗമം, എക്സ്പോ, പ്രാർത്ഥനാ സദസ്സ്, പ്രാസ്ഥാനിക സംഗമം. മർക്കസ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള എജു സിംപോസിയം, ഹദീസ് കോൺഫറൻസ്, മത്സ്യത്തൊഴിലാളി സംഗമം, എക്സ്പോ, പ്രാർത്ഥനാ സദസ്സ് ഉൾപ്പെടെയുള്ള അനുബന്ധ പരിപാടികൾക്ക് തുടക്കമായി. ഫെബ്രുവരി 17 തിങ്കളാഴ്ച രാവിലെ ഖത്മുൽ ബുഖാരി ആത്മീയ സംഗമത്തോടെ പരിപാടികൾ സമാപിക്കും. വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന സിയാറത്തോടെ സമ്മേളന അനുബന്ധ പരിപാടികൾ ആരംഭിച്ചു. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന പ്രാർത്ഥനാ സദസ്സിൽ മർക്കസിന്റെ വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ 10 പരിവർത്തന കാലത്തെ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ എജു സിംപോസിയം നടക്കും. വൈകിട്ട് 5 പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെ സന്നദ്ധാന സമ്മേളനം ആരംഭിക്കും. പ്രസിഡന്റ് E. സുലൈമാൻ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് മർക്കസ് ഡയറക്ടർ ജനറൽ C. മുഹമ്മദ് ഫൈസി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർദ്ധിക്കുന്ന ലഹരി ഉപയോഗം സാമൂഹ്യ വിപത്തായി കണ്ട് ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി MB രാജേഷ്. പുറക്കാമലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കോഴിക്കോട് ജില്ലയിലെ വാർഡ് വിഭജന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പരാതികളിൽ ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ജില്ലാതല ഹിയറിംഗ് ആരംഭിച്ചു. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കോഴിക്കോട് ജില്ല നടപ്പാക്കിയതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി. പ്രസിദ്ധമായ ശ്രീ വളയനാട് ക്ഷേത്രോത്സവത്തിന് സമാപനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.